പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വം BJPയുമായി ഗൂഢാലോചന നടത്തിയെന്ന് ഹൈക്കോടതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. ഗതാഗത നിയന്ത്രണങ്ങളുള്ളിടത്തേക്ക് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. തെരഞ്ഞെടുപ്പിന് സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായതായും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, വളരെ ഗൗരവമായതും ഗുരുതരവുമായ കാര്യങ്ങളുമാണ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ എന്തെല്ലാമാണ്? ലാൽകൃഷ്ണ, ഏപ്രിൽ 19 നടന്ന പൂരത്തിലെ പോലീസ് നിയന്ത്രണങ്ങളുടെ പേരിൽ തിരുവമ്പാടി വിഭാഗം ബഹിഷ്കരണ നീക്കം നടത്തിയതും അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണമുള്ളിടത്തേക്ക് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഹർജിക്കാരൻ, അതായത് ഈ കേസ് നൽകിയിട്ടുള്ള ഹർജിക്കാരനായ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, കണ്ണൂർ സ്വദേശിയായ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയം ബലപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ താൻ ഇടപെട്ട് ഈ പ്രതിസന്ധി പരിഹരിച്ചു എന്ന രീതിയിലുള്ള വസ്തുതാപരമല്ലാത്ത വാർത്തകൾ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പൂരം അലങ്കോലമായെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വഴിയൊരുക്കിയാണ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ ചെയ്തത്. മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞെന്ന രീതിയിൽ പ്രശ്നത്തിൽ സുരേഷ് ഗോപി പരസ്യമായി ഇടപെട്ടു. അതോടൊപ്പം തന്നെ രാത്രി മടത്തിൽ വരവ് സമയത്ത് 9 ആനകൾക്ക് പകരം ഒരാനയെ തിരുവമ്പാടി ദേവസ്വം ചുരുക്കി. അലങ്കാര പന്തലുകളിലെ വിളക്കുകൾ അണച്ചു. ഇത് പൂരത്തിന്റെ ശോഭ കെടുത്തി. അതോടൊപ്പം തന്നെ പൂരം നിർത്തിവെക്കുകയാണെന്ന് തിരുവമ്പാടി പ്രചരിപ്പിച്ചു. പാസുള്ളവരെ മുഴുവൻ പൂരപ്പറമ്പിൽ വെടിക്കെട്ട് സമയത്ത് കയറ്റണമെന്ന് വാശി പിടിക്കുകയും നിസ്സഹകരിക്കുകയും ചെയ്തതോടെ വെടിക്കെട്ട് നീണ്ടു. തിരുവമ്പാടി ദേവസ്വം നടത്തിയ ആശ്വാസകരമല്ലാത്ത സമ്മർദ്ദ തന്ത്രമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ച റിപ്പോർട്ടിലുള്ളത്. ശരി, ഷബ്ന സിയാദാണ് വിശദമായ റിപ്പോർട്ട് നൽകി.